കഴിഞ്ഞ പോയ പാർലമെൻറ്റ് അംഗങ്ങളുടെ മുഴുവൻ പാർലമെൻറ്റിൽ ഇടപെടലും മണ്ഡലത്തിൽ ഇടപെടലും പരിശോധിച്ചു. ആരിഫ് 1-ാം നമ്പറാണ്. ഇവിടെ 213 ചോദ്യങ്ങളാണ് ആരിഫ് പാർലമെൻറ്റിൽ ചോദിച്ചത്. 113 സംവാദങ്ങളിലാണ് പങ്കെടുത്തത്. 89% ഹാജറുള്ള MP ആണ് ആരിഫ്. CA നിയമം പാസ്സാക്കി, പാർലമെൻറ്റിൽ പാസ്സാക്കിയല്ലോ. അന്ന് നിശബ്ദമായിരുന്ന പല കോൺഗ്രസിൻ്റെ MP ഉണ്ട്. ഇവിടെ ആരിഫാണ് അവിടെ ഒച്ചയെടുത്ത് ഒറ്റയ്ക്ക് നിന്ന് അതിനു വേണ്ടി പോരാടിയത്. അവിടെ NIA ആക്ട് പാർലമെൻറ്റിൽ പാസ്സാക്കിയല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അതിൻ്റെ കാര്യങ്ങൾ പുറത്തു വന്നല്ലോ. NIA ആക്ട് പാസ്സാക്കുമ്പോൾ ഈ BJPയുടെ അമിത്ഷാ എഴുന്നേറ്റ് ചോദിച്ചു, തീവ്രവാദികൾക്കെതിരെ ശബ്ദിക്കാൻ ആരുണ്ടെന്ന് ചോദിച്ചപ്പോൾ കോൺഗ്രസ്സുകാരെല്ലാം തലയിൽ മുണ്ടിട്ട് വഴിയെ പോയി. ഒരേ ഒരു മലയാളി അല്ലെ പറഞ്ഞോട്ടെ, മലയാളിയാണ് പാർലമെന്റിൽ ആക്ടിൽ വോട്ട് ചെയ്ത ആളുപേരാണ്. പാർലമെന്റിൽ വോട്ടെടുപ്പ് നടന്നപ്പോ NIA ആക്ടിന്റെ ഭാഗമായി NIA ആക്ട് പാർലമെന്റിൽ പാസ്സാക്കുന്ന സമയത്ത് 6 പേര് മാത്രമേ എതിർത്ത് വോട്ട് ചെയ്തുള്ളൂ. 6 പേര്. അതിൽ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി ഒരേ ഒരു മലയാളി സഖാവ് AM ആരിഫാണ് ഒരേ ഒരു പാർലമെന്റ് അംഗം. ഈ പറഞ്ഞ ഇവിടുന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 18 പേര് വോട്ട് ചെയ്തിട്ടില്ല.